ഒബ്ജെക്ഷൻസ് എങ്ങനെ ഡീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആദ്യം ലിസൺ ചെയ്യാൻ വേണ്ടത്. ലിസൺ ദ കസ്റ്റമർ ആൻഡ് ഡോണ്ട് ഡിഫെൻഡ് എന്ന് പറയും. അതായത് കസ്റ്റമേഴ്സിനെ നമ്മൾ നന്നായിട്ട് അവരുടെ കൺസേൺസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അവരൊരിക്കലും പറയുന്ന ഒബ്ജെക്ഷൻസ് അവർക്ക് വേണ്ടായിട്ടല്ല, അവർക്ക് ക്യൂരിയസ് ആണ്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് ലിസൺ ചെയ്യുക, അതിനനുസരിച്ച് അത് അക്നോളജ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ പറയേണ്ടത് എന്നുള്ളതാണ്. ഇതൊരു ഫസ്റ്റ് ഒരു ടിപ്പായിട്ട് നമുക്ക് കാണാം. രണ്ടാമത് റിയൽ കൺസേൺസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചില കസ്റ്റമേഴ്സ് ഒരിക്കലും അവർ നോ പറയാറുണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ പ്രൈസിൽ പ്രശ്നം ഉണ്ടാവും, പക്ഷെ അവരത് പറയുന്നുണ്ടാവില്ല, അത് എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളതാണ്. സോ ആ റിയൽ കൺസേൺസ് എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ചോദിക്കാം, സാറിന് കൊട്ടേഷനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്. നമ്മുടെ ഫോളോ അപ്പിലൊക്കെ പോകുന്ന സമയത്ത് സാർ എന്തായി എനി അപ്ഡേറ്റ് എന്ന് ചോദിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നതിന് പകരം സാറിന് കൊട്ടേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ബജറ്റിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, ഇങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറുടെ ഉള്ളു മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അവരെ രീതിയിൽ നിന്ന് നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ സെയിൽ നടക്കാനുള്ള പോസിബിലിറ്റിയും പ്രോബബിലിറ്റിയും ഒക്കെ കൂടുമെന്നുള്ളതാണ്.